അപ്പോൾ ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ 3-ാം സീസൺ അവിടെ തുടങ്ങിയാണ്. 2023 ആദ്യത്തെ ട്രിപ്പ്. ഫ്രാങ്ക്ഫർട്ട്, റോം, പിസ, സാൾസ്ബർഗ്, ഹാൾസ്റ്റാറ്റ്, വിയന്ന, തിരിച്ച് ബാക്ക് ടു ദോഹ. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. വേൾഡ് കപ്പിൻ്റെ അവശേഷിപ്പുകൾ ഖത്തർ എയർപോർട്ടിൽ വീണ്ടും അവശേഷിക്കുന്നു. ജൊഹാൻ അതിൻ്റെ അടുത്തുകൂടെ ആടിപ്പാടി തകർക്കുന്നു. ബേബി ബേബി കം, ലെറ്റ്സ് ഗോ. അത് വേണ്ട. ഖത്തർ എയർവേസിൻ്റെ PR069 ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ഫ്ലൈറ്റ് രാത്രി 1:50 അപ്പോൾ ഞങ്ങളതിൻ്റെ ബോർഡിംഗ് ക്യൂയിലാണ്. ഫ്ലൈറ്റിൽ അടുത്ത പ്രശ്നം, ബേബി ഇതാ ഇവിടെ, ജോഹാൻ ഇച്ചിരി മുന്നിൽ, അമ്പിളി ഏറ്റവും പുറകിൽ, കുറച്ചുകൂടെ മുന്നിൽ, ഞാൻ വീണ്ടും പുറകിൽ. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എയർ ഹോസ്റ്റസിനോട് പറഞ്ഞിട്ട് സീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ. എയർബസിൻ്റെ 350,000 ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വിമാനത്തിലാണ് ഫ്രാങ്ക്ഫർട്ടിന് പോകുന്നത്. ഈ ഫ്ലൈറ്റിലെ ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ജൊഹാനാണെങ്കിൽ ഇപ്പം തന്നെ അതിന് കാർട്ടൂണിലാണ്. ഞാൻ ചെറുതായി ഭക്ഷണം കഴിച്ച് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഫുൾ ടൈം കാർട്ടൂണിലേക്ക് കയറി. അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത ശേഷം എൻ്റർടൈൻമെൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മൂവീസ്, പിന്നെ കാർട്ടൂൺ ഷോസ് ഇഷ്ടം പോലെ, അതും പലതരത്തിലുള്ള മൂവീസാണ്. ബോളിവുഡ്, അമേരിക്കൻ, വേൾഡ് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈവൻ നമുക്ക് മലയാളത്തിൽ, തമിഴിലും ഒക്കെ ഉള്ള മൂവീസ് ഇഷ്ടം പോലെയുണ്ട്. ജസ്റ്റ് ഒന്നും മലയാളം സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. നോക്കാം എത്ര അധികം മൂവീസാണ് നമുക്കുള്ളത്. അപ്പോൾ സമയം കളയാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ മൂവീസാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ പുറത്തെ വ്യൂ കാണാനുള്ള ക്യാമറയുണ്ട്. ഞാൻ ടേക്ക് ഓഫിൻ്റെ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇരുട്ടായത് കൊണ്ട് ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. ജസ്റ്റ് ആ ഒരു ലൈറ്റ് മാത്രമേ നമുക്ക് കാണുള്ളൂ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ഗെയിംസും വീഡിയോസും അതായത് കാർട്ടൂൺസൊക്കെ ഇഷ്ടം പോലെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ കൊണ്ട് പോകുന്ന, അതായത് ഫാമിലിയായിട്ട് പോകുന്ന ആർക്കും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇതിനകത്ത് വരില്ല. കുട്ടികളുടെ മൂവീസ് അല്ലെങ്കിൽ കിഡ്സിൻ്റെ കാർട്ടൂൺ സെക്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിംസിനും കാർട്ടൂൺസിനും യാതൊരു പഞ്ഞവും ഇല്ല. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പെൻഡ്രൈവിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കണക്ട് ചെയ്യാനുള്ളൊരു പെൻഡ്രൈവ് USB പോർട്ട് ഉണ്ട്. അതിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള മൂവീസ് കാണാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പം ഈ 350,000 ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. നമുക്ക് ബോറടിക്കാതെ യാത്ര ചെയ്യാൻ, അതായത് ലോങ് ടൈം ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റുകളിൽ യാതൊരു ബുദ്ധിമുട്ടുള്ളത് ട്രാവൽ ചെയ്യാം. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് ആ പാടത്ത് നൈറ്റ് ടൈം ആണെന്നുള്ള മാത്രം, ഉറക്കത്തിൻ്റെ സമയമാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ കൃത്യം 6:30 ലാൻഡ് ചെയ്തു ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ. അവിടുന്ന് ബാഗേജും കളക്ട് ചെയ്ത് നേരെ പുറത്തിറങ്ങി. 2 ഡിഗ്രി തണുപ്പ്. ദോഹയിലെ 25 ഡിഗ്രി ടെമ്പറേച്ചറിൽ നിന്ന് 2 ഡിഗ്രിയിലേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടു. ഞാനൊന്ന് ജാക്കറ്റൊന്നും ഇടാതെ പുറത്തിറങ്ങി നോക്കി. തണുപ്പാണ്, നല്ല തണുപ്പാണ്. എല്ലാവരും ഇതിവിടെ സെറ്റായി നിൽക്കുന്നു. ആണോ? ഓക്കെ. ഇനി ഹോട്ടലിലേക്കുള്ള ബസ് വന്നു. പുറത്തവിടെ ഗേറ്റ് നമ്പർ 8 and 9 ഇടയിൽ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള ബസ് വരും. അതിൽ കയറി ഹോട്ടലിൽ പോവുക, കുറച്ച് ബസ് എടുക്കുക, ഫ്രാങ്ക്ഫർട്ടൊക്കെ ഒന്ന് കാണുക. ഇതാണ് ഇന്നത്തെ പരിപാടികൾ. ഫ്രാങ്ക്ഫർട്ടിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ സെൽഫ് റണ്ണിങ് കിയോസ്കാണുള്ളത്. നമുക്ക് വേണ്ട ടിക്കറ്റുകളൊക്കെ ഇതിൽ നിന്ന് എടുക്കാം. ഇത് ഇംഗ്ലീഷൊക്കെ എടുത്താൽ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാൻ പറ്റും. ഇത് ഈ 5 ആൾക്കാർക്കുള്ള ഗ്രൂപ്പ് ടിക്കറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റിൽ തന്നെ എടുക്കാം. 12.60 ഓക്കെ. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 5 പേർക്ക് അൺലിമിറ്റഡ് ട്രാവൽ ഫ്രാങ്ക്ഫർട്ടിൽ, എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ട്. ഇവിടുത്തെ ട്രാമൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കളേഴ്സൊക്കെ അടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഫ്രാങ്ക്ഫർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രാങ്ക്ഫർട്ട് മെയിൻ സ്റ്റേഷനിൽ സൗത്തിൽ വന്നിറങ്ങി ജസ്റ്റ് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ വേണ്ടി
പിന്നെ മാക്ഡൊണാൾഡ്സിലൊക്കെ കയറി ബേബി ദേ ഒരു പെപ്സിയൊക്കെ കുടിച്ചു. ശരിക്കും തണുത്ത് വരയ്ക്കുന്നു. അയ്യോ ജൊഹാനോടെ പ്ലാവിനെ ഓടിച്ച് കളിക്കാം. അരുണും തന്നെയും കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തുന്നു. എന്തായാലും നല്ല വെറൈറ്റി കളത്തിലുള്ള ട്രാംസൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കുറച്ച് നേരം സിറ്റി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് ഇനി വേറെ പരിപാടികളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല, സിറ്റി എക്സ്പ്ലോറേഷൻ മാത്രം. പിന്നെ കുറച്ച് പ്രാവുകളൊക്കെ തിയേറ്ററുകളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ജപ്പാൻ അതിനെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെയാണ് ഓൾഡ് സ്റ്റൈലിലുള്ള കുറേ ബിൽഡിങ്സ്. നടന്നു മടുത്തപ്പോൾ കുറച്ച് ട്രാമിലൊക്കെ കയറി ഒന്ന് കുറച്ച് സിറ്റി ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അൺലിമിറ്റഡ് പാസ് ഉള്ള പോലെ സിറ്റി മൊത്തം ഒന്നും കണ്ടിടാം. അല്ലെങ്കിൽ അത്യാവശ്യം പറ്റുന്നത്രയും ട്രാമിൽ കയറി കറങ്ങാമെന്ന് വിചാരിച്ചു. സിറ്റി കൂടെ അങ്ങനെ നയനമനോഹരമായ ബിൽഡിങ്ങുകൾ, അവരുടെ സൺസെറ്റിൻ്റെ തനതായ ശൈലിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെ ലാൻഡ് ചെയ്തേ ബേബി? നമ്മൾ എവിടെ ലാൻഡ് ചെയ്തേ? എയർപ്ലെയിനിൽ നമുക്ക് എന്താ കിട്ടിയേ? അങ്ങനെ തിരക്ക് പിടിച്ച ഫ്രാങ്ക്ഫർട്ട് നഗരത്തിലൂടെ അവധി ദിവസം ആഘോഷിക്കാൻ ഓടിപ്പാഞ്ഞ് നടക്കും ജനങ്ങളെയും സാക്ഷിയാക്കി ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞങ്ങൾ ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കും. കാരണം നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ ബേബി ടയേർഡായി ഉറങ്ങിപ്പോയി. ബേബി സൈഡായി പോയിരിക്കുകയാണ്. ജൊഹാൻ ഫുൾ പവറിലാണ്. ഞങ്ങളിങ്ങനെ മാക്സിമം കറങ്ങി തിരിഞ്ഞ് വഴി തെറ്റിയൊക്കെ എല്ലാ റൂട്ടിൽ കൂടെ ഇത് കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്കൊരു നേരെ ട്രെയിൻ പിടിച്ച് ലാങ്കാലിനെത്തിയാൽ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് എയർപോർട്ടിലേക്ക് പോകണം. പിസയിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ച് നല്ല കൂട്ടിക്കയറാൻ നോക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.